ഏവർക്കും HSS ടൈംസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് 2022 +2 ബിസിനസ് സ്റ്റഡീസ് മോഡൽ എക്സാം, അതായത് മാർച്ച് 2022 നടന്ന +2 ബിസിനസ് സ്റ്റഡീസ് പരീക്ഷയുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷനാണ് നാം ഇപ്പോൾ ചെയ്യുന്നത്. പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ വീഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നോട് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം. നമ്മൾ ചെയ്യുന്നത് 2022 മാർച്ചിൽ നടന്ന മോഡൽ എക്സാമിൻ്റെ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ പരീക്ഷ എഴുതിയിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. പെട്ടെന്ന് നമുക്കതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. പാർട്ട് 1 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിൽ തന്നെ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ, ഡാഷ് കംസ് അണ്ടർ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പിലെ ആദ്യത്തെ ചോദ്യമാണ് ഡാഷ് കംസ് അണ്ടർ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. താഴെ പറയുന്നതിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത് ആരാണ്? ഓപ്ഷൻസ്: പ്രൊഡക്ഷൻ മാനേജർ, മാനേജിംഗ് ഡയറക്ടർ, ഫോർമാൻ, സൂപ്പർവൈസർ. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്. ഒരു ബിസിനസ്സിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തലവന്മാർ വരുന്നതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് പ്രൊഡക്ഷൻ മാനേജറാണ്. പ്രൊഡക്ഷൻ മാനേജർ കംസ് അണ്ടർ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് പ്രൊഡക്ഷൻ മാനേജർ. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാനേജിംഗ് ഡയറക്ടർ ടോപ്പ് ലെവലാണ്, ഫോർമാനും സൂപ്പർവൈസറും ലോവർ ലെവൽ മാനേജേഴ്സാണ്. രണ്ടാമത്തത് ഡാഷ് എൻവയോൺമെൻറ്റ് ഈസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ ഓർഗനൈസേഷൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഡാഷ് എൻവയോൺമെൻറ്റ് ഈസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു കമ്പനിയുടെ കൺട്രോളിന് പുറത്തുള്ള എൻവയോൺമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ് തേർഡ് വൺ, പുട്ടിംഗ് പീപ്പിൾ ടു ജോബ് മീൻസ് ഡാഷ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പുട്ടിംഗ് പീപ്പിൾ ടു ജോബ്സ്, ആൾക്കാരെ ജോലിക്ക് നിയോഗിക്കുക, അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ഏത് ഫംഗ്ഷനാണ്? ദ കറക്റ്റ് ആൻസർ ഈസ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്നതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഔട്ട്. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഔട്ട്. ഇത് ചില കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായൊരു ചോദ്യമായിരുന്നു. പ്രൊസീജിയർ, ബഡ്ജറ്റ്, പോളിസി, റൂൾസ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമുക്ക് പ്ലാൻസിനെ വി ക്യാൻ ക്ലാസിഫൈ പ്ലാൻസ് മെയിൻലി ഇൻ ടു 2, സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആൻഡ് റിപ്പീറ്റേറ്റീവ് യൂസ് പ്ലാൻസ്. ഇതിനകത്ത് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ യൂസ് പ്ലാനുകളാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിപ്പീറ്റേറ്റീവ് യൂസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക, റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാനുകളാണ് റിപ്പീറ്റേറ്റീവ് യൂസ് പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് പ്ലാനാണ്. ഒരു വർഷത്തെ ബഡ്ജറ്റ് നമ്മൾ നെക്സ്റ്റ് ഇയർ കോപ്പി ചെയ്യില്ല, പുതിയ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബഡ്ജറ്റാണ്. റീസൺ, ഓൾ അതേഴ്സ് ആർ റിപ്പീറ്റേറ്റീവ് യൂസ് പ്ലാൻസ് വെറസ് ബഡ്ജറ്റ് ഈസ് എ സ്റ്റാൻഡിംഗ് പ്ലാൻ. അടുത്തത് ഡാഷ് റെഫേഴ്സ് ടു. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് പ്ലാൻ അല്ല. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ യൂസ് പ്ലാൻ ആണ്. പറഞ്ഞത് മാറിപ്പോയി. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ യൂസ് പ്ലാൻ ആണ്. ഓൾ അതേഴ്സ് ആർ സ്റ്റാൻഡിംഗ് പ്ലാൻസ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, ഡാഷ് റെഫേഴ്സ് ടു ദ മിക്സ് ഓഫ് ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഓണേഴ്സ് ഫണ്ടിൻ്റെയും ബോറോഡ് ഫണ്ടിൻ്റെയും മിക്സിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. മൂലധനത്തിൻ്റെ ഘടന. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ ദ കറക്റ്റ് ആൻസർ ക്യാപിറ്റൽ സ്ട്രക്ചർ. നെക്സ്റ്റ് വൺ, ഡാഷ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. താഴെ പറയുന്നവയിൽ ഏത് ബിസിനസ് എൻവയോൺമെൻറ്റിലാണ് കസ്റ്റംസും വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ വരുന്നത്? ആൻസർ വരുന്നത് സോഷ്യൽ എൻവയോൺമെൻറ്റ് ആണ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് ആണ് അതിൻ്റെ ആൻസർ. അടുത്തത്, ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് പ്ലാനിങ്. നോ ഡൗട്ട്, ഇറ്റ്സ് പ്ലാനിങ്. നെക്സ്റ്റ് വൺ, ഡാഷ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ നോളജ് ആൻഡ് സ്കിൽ ടു ഡു എ ജോബ്. ഡാഷ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ നോളജ് ആൻഡ് സ്കിൽ ടു ഡു എ ജോബ്. ഒരു വ്യക്തിയുടെ ഒരു ജോലി ചെയ്യാനുള്ള കഴിവും അതുപോലെ തന്നെ അറിവും വർദ്ധിപ്പിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രെയിനിങ് എന്ന്. ട്രെയിനിങ് മീൻസ് ഇമ്പാർട്ടിംഗ് നോളജ് ആൻഡ് സ്കിൽ ടു ഡു എ ജോബ് ഈസ് കോൾഡ് ട്രെയിനിങ്. വെറാസ് ഡെവലപ്മെൻറ്റ് മീൻസ് ഓവറോൾ ഗ്രോത്ത് ഓഫ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ ഓവറോൾ ഗ്രോത്തിനെ വിളിക്കുന്ന പേരാണ് ഡെവലപ്മെൻറ്റ് എന്ന്. അടുത്തത്, ഡാഷ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ആക്ടിവിറ്റീസ് ഇൻ എൻ ഓർഗനൈസേഷൻ ആർ പെർഫോംഡ് ആസ് പെർ ദ പ്ലാൻസ്.
ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ പ്ലാൻ പ്രകാരം നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന ഫംഗ്ഷൻ്റെ പേരാണ് കൺട്രോളിംഗ്. കൺട്രോളിംഗ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് helps to ensure the management that the activities are in accordance with the predetermined plans. Controlling എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, competition should be replaced by cooperation is a principle of scientific management. Competition should be replaced by cooperation. Cooperation not individualism എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോഓപ്പറേഷനാണ് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് എന്താണ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ട്രൈ ടു ബ്രിങ് എ മെൻ്റൽ ചേഞ്ച് ഓർ മെൻ്റൽ റെവല്യൂഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് എംപ്ലോയീസ് ആസ് വെൽ ആസ് മാനേജേഴ്സ്. അടുത്തത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്, കാരണം ഒരുപാട് സമയം നമ്മുടെ മുമ്പിലില്ല. പെട്ടെന്ന് ഈ ക്ലാസ് കണ്ടൊന്ന് മനസ്സിലാക്കുക. 2 മാർക്കിൻ്റെ ചോദ്യമാണ്, പാർട്ട് 2. ഇതിനകത്ത് ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയ ഒക്കെ വരുന്നുണ്ട്. അതൊന്നും ഞാൻ ക്ലാസിഫൈ ചെയ്ത് പറയുന്നില്ല. ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നു. കംപ്ലീറ്റ് ദ ടേബിൾ എന്നതാണ്. അപ്പോൾ 2 മാർക്കിനാണെങ്കിൽ ഇവിടെ 2 ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇവിടെ ഓരോ മാർക്ക് കിട്ടും. അങ്ങനെ ടോട്ടൽ 2 സ്കോർ. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിൽ വരുന്നത് സർവൈവലാണ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു പോയിൻ്റ് എഴുതുക, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു പോയിൻ്റ് എഴുതുക. അപ്പോൾ സോഷ്യൽ ഒബ്ജക്റ്റീവിൽ വരുന്നത് സപ്ലൈ ക്വാളിറ്റി ഗുഡ്സ്, പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ സോഷ്യൽ ഒബ്ജക്റ്റീവാണ്. ഒരു ബിസിനസ്സിന് സമൂഹത്തിനോടുള്ള കടപ്പാടുകളെ, ഒബ്ലിഗേഷൻസിനെ വിളിക്കുന്ന പേരാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവ് ഇവിടെ എഴുതുക. രണ്ടാമത്തേത് പേഴ്സണൽ ഒബ്ജക്റ്റീവാണ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ടുവേർഡ്സ് ഇറ്റ്സ് എംപ്ലോയീസ്. ഒരു ബിസിനസ്സിൽ അതിൻ്റെ എംപ്ലോയീസിനോടുള്ള ഒബ്ലിഗേഷൻസിനെ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന്. അപ്പോൾ എംപ്ലോയീസിന് എന്ത് കൊടുക്കുക? നല്ല റെമ്യൂണറേഷൻ കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, ഡെവലപ്മെൻറ്റ് കൊടുക്കുക, അവോയ്ഡ് ഡിസ്ക്രിമിനേഷൻ, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇതിലേതെങ്കിലും ഒരു പോയിൻ്റ് ഇവിടെ എഴുതി വെക്കുക, എനി 1 പോയിൻറ്റ്. അപ്പോൾ 2 എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക്. ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവ് എഴുതുക, ഒരു പേഴ്സണൽ ഒബ്ജക്റ്റീവ് എഴുതുക. അടുത്തത്, റൈറ്റ് ഇനി 2 എക്സാമ്പിൾസ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഏതെങ്കിലും 2 മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളുടെ പേര് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അതിനകത്ത് വരുന്നത് കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കോൾ മണി ലോൺ, ട്രഷറി ബിൽസ്, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഏതെങ്കിലും 2 പോയിൻ്റ് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത്, റൈറ്റ് ഇനി 4 റൈറ്റ്സ് ഓഫ് എ കൺസ്യൂമർ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പരീക്ഷയ്ക്ക് എന്തായാലും വരുന്നൊരു ടോപ്പിക്കാണ് 4 റൈറ്റ്സ് ഓഫ് എ കൺസ്യൂമർ. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഗീവ്സ് 6 റൈറ്റ്സ് ടു എൻ ഇന്ത്യൻ കൺസ്യൂമർ. യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് ഓൺലി എനി 4 റൈറ്റ്. നിങ്ങളോട് 4 റൈറ്റിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു സീക്ക് റിട്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഇതൊക്കെ റൈറ്റ്സ് ആണ്. 6 പഠിച്ചു വെക്കണം. അതിലേതെങ്കിലും 4 പോയിൻ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. 1/2 മാർക്ക് വീതം. ഇവിടെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. റൈറ്റ് എനി 4 റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിൻറ്റ്സ് മാത്രം എഴുതി വെക്കുക. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ്സ് ഓഫ് ഡെലഗേഷൻ മെൻഷൻഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡെലഗേഷൻ്റെ എലമെൻറ്റുകൾ, താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്കകത്ത് ഡെലഗേഷൻ്റെ എലമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്, റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് എൻഫോഴ്സ് ഒബീഡിയൻസ്. റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഡെലഗേഷൻ ഓർമ്മിക്കണം. ഡെലഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിസ്റ്റമാറ്റിക് ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി. അതായത് സബോർഡിനേറ്റ്സിന് സുപ്പീരിയേഴ്സ് അധികാരം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡെലഗേഷൻ എന്ന്. ഡെലഗേഷന് 3 എലമെൻറ്റുകളാണുള്ളത്: അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. 3 എലമെൻ്റാണുള്ളത്. അതിൽ 2 നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അതിൽ ആദ്യത്തെ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റിയാണ്. രണ്ടാമത്തത് ഒബ്ലിഗേഷൻ ടു പെർഫോം ദ അസൈൻഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡ്യൂട്ടി ചെയ്യാനുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ വിളിക്കുന്ന പേരാണ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ 2 പോയിൻ്റ് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക്. അടുത്തത്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. 2 പോയിൻറ്റ്സ്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതി വെക്കുക. എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇറ്റ്സ് എ മാർക്കറ്റ് ഡീൽസ് വിത്ത് short term financial instruments, whereas capital market is a market which deals with long term financial instruments. അതുപോലെ മണി മാർക്കറ്റ് ഈസ് കൺട്രോൾഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് കൺട്രോൾഡ് ബൈ സെബി. സേഫർ, മണി മാർക്കറ്റ് ഈസ് മച്ച് സേഫർ, വറാസ് ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് റിസ്കി. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതി വെക്കുക. 2 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത്, റൈറ്റ് ഇൻ 2 എക്സാമ്പിൾസ് ഈച്ച് ഫോർ ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവും
നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൻ്റെയും 2 എക്സാമ്പിളുകൾ വീതം എഴുതുക. അപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ 1/2 മാർക്കാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ either directly in the form of cash or in any other indirect form is called financial incentives. പണത്തിൻ്റെ രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സിനെ വിളിക്കുന്ന പേരാണ് ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന്. അതിൽ വരുന്ന ഏതെങ്കിലും 2 പോയിന്റ് എഴുതി വെക്കുക. പേ ആൻഡ് അലവൻസസ്, പെർക്വിസിറ്റ്സ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, ബോണസ്, കമ്മീഷൻ, ഇതൊക്കെ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ്. നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഇൻസെൻറ്റീവ് in the form of cash is called non-financial incentives. അതിൽ വരുന്നത് ജോബ് എൻറിച്ച്മെൻറ്റ്, എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാം, എംപ്ലോയി എംപവർമെൻറ്റ്, ഇതൊക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും 2 പോയിന്റ് നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എഴുതി വെക്കുക. നെക്സ്റ്റ് 17, ലിസ്റ്റ് ഔട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ടു എൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനം അതിൽ എംപ്ലോയീസിന് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ആ സ്ഥാപനത്തിന് ലഭിക്കുക എന്നതാണ് ലിസ്റ്റ് ഔട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ടു ദ ഓർഗനൈസേഷൻ. ഒന്നാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് ട്രെയിനിങ് ഈസ് എ സിസ്റ്റമാറ്റിക് ലേണിംഗ്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഒരു 4 പോയിൻറ്റ്സ് അവിടെ എഴുതി വെക്കുക. ലിസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് 2 മാർക്ക് ആയതുകൊണ്ടാണ്. 4 മാർക്കൊക്കെ ആണെങ്കിൽ ഒരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യണം, ഒരു സെൻറ്റൻസിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ 4 പോയിൻറ്റ്സ് എഴുതി വെക്കുക. സയൻറ്റിഫിക് ട്രെയിനിങ് ഈസ് എ സിസ്റ്റമാറ്റിക് ലേണിംഗ്. ഇറ്റ് എൻഹാൻസസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു. ട്രെയിനിങ് എക്യുപ്സ് ദ ഫ്യൂച്ചർ മാനേജേഴ്സ് ഹു ക്യാൻ ടേക്ക് ഓവർ ഇൻ കേസ് ഓഫ് എമർജൻസി. ട്രെയിനിങ് എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചർ മാനേജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ട്രെയിനിങ് ഇൻക്രീസസ് എംപ്ലോയി മൊറൈൽ ആൻഡ് റിഡ്യൂസസ് ആബ്സെൻറ്റിസം ആൻഡ് എംപ്ലോയി ടേൺ ഓവർ. അപ്പോൾ ട്രെയിനിങ് എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിൻ്റെ മൊറൈൽ വർദ്ധിപ്പിക്കുന്നു, വിശ്വാസ്യത, കമ്പനിയോടുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ആബ്സെൻറ്റിസവും എംപ്ലോയി ടേൺ ഓവറും, എംപ്ലോയീസ് കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതൊക്കെ ഒഴിവാക്കി തരാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു 4 പോയിൻറ്റ്സ് അവിടെ എഴുതി വെക്കുക. നെക്സ്റ്റ് വൺ, റൈറ്റ് ദ ഇമ്പാക്ട് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ആ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇമ്പാക്ട് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. അവിടെ നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ 2 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പോയിന്റ് എഴുതി വെക്കുക. ദ ഫസ്റ്റ് വൺ ഈസ്, അതായത് 1991 ന്യൂ ഇക്കണോമിക് പോളിസിക്ക് ശേഷം നമ്മുടെ രാജ്യത്തിലുള്ള സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ത്രെറ്റാണ് ഫേസ് ചെയ്യുന്നത് എന്നതാണ് ഈ കണ്ടൻ്റായിട്ട് വരുന്നത്. Impact of government policy changes on business and industry. The first one is increasing competition. Competition for Indian firms has increased, especially in service industries like telecommunication, airlines, banking, insurance, etc. അതായത് ഇന്ത്യൻ കമ്പനികൾക്ക് മറ്റ് ഫോറിൻ കമ്പനികളുമായിട്ട് കൂടുതൽ മത്സരിക്കേണ്ടതായിട്ട് വന്നു. രണ്ടാമത്തത് മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് ആർ very much informed about the rights. So the customers started demanding more എന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. വേറെയും കുറേ പോയിന്റ്സുകളുണ്ട്. ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതി വെക്കുക. നെക്സ്റ്റ് പാർട്ട് 3 ആണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിനകത്ത് ലിസ്റ്റ് ഔട്ട് ദ സ്റ്റെപ്സ് ഇൻ ദ പ്ലാനിങ് ഇൻ ദ പ്രോസസ് ഓഫ് കൺട്രോളിങ് എന്ന പ്രോസസ്സിലെ. അപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതണം. പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ പോരാ. 4 മാർക്ക് കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ആ ചോദ്യം വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക തന്നെ ചെയ്യണം. അത് ലിസ്റ്റ് ഔട്ട് എന്നോ റൈറ്റ് എനി പോയിൻറ്റ്സ് എന്നോ പറഞ്ഞിട്ടില്ല എങ്കിൽ ഒരു സെൻറ്റൻസിലെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുക. കാരണം ഒരു 4 മാർക്കൊക്കെ കിട്ടണമെങ്കിൽ അതിനകത്ത് കാര്യങ്ങൾ എഴുതിയിരിക്കണം. ലിസ്റ്റ് ഔട്ട് ദ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് കൺട്രോളിങ്ങിൽ 5 സ്റ്റെപ്പാണുള്ളത്. എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, മെഷറിംഗ് ആക്ച്വൽ പെർഫോമൻസ്, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്, ഡീവിയേഷൻ, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ഈ 5 സ്റ്റെപ്പുകൾ ഒരു സിമ്പിൾ സെൻറ്റൻസിൽ ഓരോരോ സെൻറ്റൻസിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം 4 മാർക്ക് ലഭിക്കണമെങ്കിൽ 5 പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ പോരാ. ചില വാല്യുവേഷൻ സമയത്തൊക്കെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എസ്സേ എഴുതുന്നത് പോലെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സെൻറ്റൻസിലെങ്കിലും എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് കൺട്രോളിങ്. സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർലി. 1-2 സെൻറ്റൻസിൽ അങ്ങ് എഴുതി വെക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. നിങ്ങൾ വീഡിയോ ക്ലാസ്സുകൾ താഴെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ രീതിയിൽ ഒരു 4 മാർക്ക് കിട്ടുന്ന രീതിയിൽ 1-2 സെൻറ്റൻസിൽ, ഒരു സെൻറ്റൻസ് ആയാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തത് എക്സ്പ്ലെയിൻ മാർക്കറ്റിംഗ് മിക്സ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് ഡയഗ്രാം. മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ 4 മാർക്കാണ്. ആ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്ക്. താഴെയുള്ള ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്ക്. അങ്ങനെയാണ് 4 മാർക്ക്. ആദ്യത്തത് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 4 ഇൻപുട്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കോർ ഓഫ് എ കമ്പനീസ് മാർക്കറ്റിംഗ് സിസ്റ്റം. ദ പ്രൊഡക്റ്റ്, ദ പ്രൈസ്, ദ പ്ലേസ്, പ്രൊമോഷൻ. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. വീഡിയോ ക്ലാസ്സുകളുണ്ട്, കണ്ട് മനസ്സിലാക്കുക. മാർക്കറ്റിംഗ് മിക്സ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 4 ഇൻപുട്സ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കോർ ഓഫ് എ കമ്പനീസ് മാർക്കറ്റിംഗ് സിസ്റ്റം. ദ പ്രൊഡക്റ്റ്, the price structure,
the promotional activities and the distribution system. അതിൻ്റെ മീനിങ് എഴുതുക 4 മാർക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ഈ ഡയഗ്രാം ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അപ്പോൾ ഇതിനകത്ത് ചിത്രം വരക്കണമെന്നൊന്നുമില്ല. ബി എന്ന് പറഞ്ഞിട്ട് പ്രൈസ് എന്നും പ്ലേസ് എന്നും എഴുതി വെച്ച് കഴിഞ്ഞാൽ 2 മാർക്ക്. ഇതൊന്നും ചിത്രം വരച്ചിട്ട് ടൈമൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ബി എന്ന് എഴുതുക, അതിനകത്ത് പ്രൈസ് എന്നും പ്ലേസ് എന്നും എഴുതി വെച്ച് കഴിഞ്ഞാൽ 2 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് റൈറ്റ് ഷോർട്ട് നോട്ട് അബൌട്ട് ദ ഫോളോയിങ്. താഴെ പറയുന്ന 2 എണ്ണത്തിനെ കുറിച്ചിട്ട് ഷോർട്ട് നോട്ട് എഴുതുക. 4 മാർക്കാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത 2 മാർക്ക്, ലീഗൽ എൻവയോൺമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്ക്. അപ്പോൾ ആദ്യത്തത് ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ് all the forces of economic development, all economic condition, economic policy, economic situation, economic system prevailing in a nation. ഇതൊക്കെ economic environment, ഒരു രാജ്യത്തിലെ സാമ്പത്തിക ചുറ്റുപാട്. It includes all such forces of economic development which influence product, market, scope of business, etc. The main components are the nature of the economic system in the country, structural anatomy of the economy. ഇതൊക്കെ ഇതിലെ കാര്യങ്ങളാണ്. രണ്ടാമത്തത് ലീഗൽ എൻവയോൺമെൻ്റ് ആണ്. ഒരു രാജ്യത്തുള്ള നിയമപരമായിട്ടുള്ള പരിസ്ഥിതി, ഒരു രാജ്യത്തുള്ള നിയമങ്ങൾ, അതുപോലെ കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡേഴ്സ്, ഇതൊക്കെ വരുന്നതാണ് നിയമപരിസ്ഥിതി, ലീഗൽ എൻവയോൺമെൻറ്റ്. ബിസിനസ് ഹാസ് ടു ഫംഗ്ഷൻ വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കൺട്രി. ദ മെയിൻ കമ്പോണൻസ് ഓഫ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി എൻവയോൺമെൻറ്റ് ആർ ലോസ് കൺസേണിംഗ് ബിസിനസ്, ജുഡീഷ്യൽ സിസ്റ്റം ഓഫ് ദ കൺട്രി, അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ്റൽ ഏജൻസീസ്. ഇതൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അടുത്തത് 22ാമത്തത് ഐഡൻറ്റിഫൈ. 4 മാർക്കാണ്. പാർട്ട് എ, പാർട്ട് ബി. എക്ക് 2 മാർക്ക്, ബിക്ക് 2 മാർക്ക്. പാർട്ട് എയിൽ വരുന്നത് ലേണിംഗ് വൈൽ ഡൂയിങ്. ലേണിംഗ് വൈൽ ഡൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്, അതിന് 1 മാർക്ക്. അതിൽ ഇതിൽ രണ്ടാമത്തെ വരുന്നത് ലേണിംഗ് ബിഫോർ ഡൂയിങ്. ലേണിംഗ് ബിഫോർ ഡൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്, അത് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. രണ്ടാമത്തത് ക്ലാസിഫൈ ദ ഫോളോയിങ് അണ്ടർ സ്യൂട്ടബിൾ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ടൈപ്പാണുള്ളത്, ഓൺ ദ ജോബ് ആൻഡ് ഓഫ് ദ ജോബ്. ഇതിനകത്ത് ഓൺ ദ ജോബിൽ വരുന്നത് കോച്ചിങ്, ജോബ് റൊട്ടേഷൻ ഓൺ ദ ജോബാണ്. ഓഫ് ദ ജോബ് വരുന്നത് ഫിലിംസ്, കേസ് സ്റ്റഡി. അപ്പോൾ ഓൺ ദ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്തുകൊണ്ട് ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഓൺ ദ ജോബ്. ഒരു ജോലി ചെയ്യാതെ, അതായത് ഒരു സെപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കുന്നത് ഓഫ് ദ ജോബാണ്. അപ്പോൾ ഓൺ ദ ജോബിൽ വരുന്നത് കോച്ചിങ്ങും ജോബ് റൊട്ടേഷനും. ഈ ജോബ് റൊട്ടേഷനൊക്കെ പ്രധാനപ്പെട്ടതാണ്, എല്ലാ വർഷവും ചോദിക്കാറുണ്ട് ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഷിഫ്റ്റിംഗ് എ പേഴ്സൺ ഫ്രം വൺ ജോബ് ടു അനദർ ജോബ് ആൻഡ് in order to get an integrated knowledge about the work functioning of the company and finally appointing the person in a particular job is called job rotation. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. 4 ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റുകൾ വെച്ചുകൊണ്ടുള്ളൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കുക. ഒന്നാമത്തത് ആക്ട് ഓഫ് ഓവർ സീയിങ് സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവിഷൻ. ഈ മാച്ച് ദ ഫോളോയിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പെൻസിൽ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ടുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതൊന്ന് മാർക്ക് ചെയ്യുക. ഇതിൽ ആക്ട് ഓഫ് ഷെയറിങ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷനാണ്, അതൊന്ന് ആരോ മാർക്ക് ഇടുക. അതുപോലെ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ, അതെന്താണ്? ലീഡർഷിപ്പാണ്, അതങ്ങോട്ട് ആരോ മാർക്ക് ഇടുക. അപ്പോൾ ഈ സിമ്പിൾ ടു കോംപ്ലക്സ് എന്നൊരു സ്ട്രാറ്റജി എല്ലാ സബ്ജക്റ്റിനും ഫോളോ ചെയ്യുക. അതുപോലെ ആൻസേഴ്സ് നോക്കുക. ആക്ട് ഓഫ് ഓവർസീയിങ് സംതിങ് മീൻസ് സൂപ്പർവിഷൻ. ആക്ട് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷനാണ്. ആക്ട് ഓഫ് ഷെയറിങ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷനാണ്. എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് ഈ വർഷം വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി. ഇഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് പഠിച്ചതാണ്. 1ാമത്തെ ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇഫക്റ്റീവ്നെസ് മീൻസ് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗോൾസ്. എ മാനേജർ ഈസ് സെഡ് ടു ബി ഇഫക്റ്റീവ് if he is able to accomplish given task on time. For example, a company's targeted production is 1000 units per year. The manager is able to produce 1000 units but in higher production cost. In this case, manager is effective but not efficient. അതായത് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഗോൾ, ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇഫക്റ്റീവ്നെസ് എന്ന്. പക്ഷേ അയാളത് ചെറിയ കോസ്റ്റിലായിരിക്കില്ല. ഹീ ഈസ് പെർഫോമിങ്, ഹീ ഈസ് അക്കംപ്ലിഷിങ് ഹിസ് ഗോൾസ് ബട്ട് ഹീ ഈസ് നോട്ട് അറ്റ് ഓൾ ട്രൈ ടു റിഡ്യൂസ് ദ കോസ്റ്റ്. കോസ്റ്റൊന്നും കൺസിഡർ ചെയ്യുന്നൊന്നുമില്ല. എന്താണ്? ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവാണ്. പക്ഷെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക ലീസ്റ്റ് കോസ്റ്റിൽ, ഏറ്റവും ചെറിയ നിരക്കിൽ, ഏറ്റവും വളരെ കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി മീൻസ് accomplishment of goals at a minimum possible cost through optimum utilization of resources. It is concerned with cutting down the cost. If the manager produces goods at lower cost but not achieves the target, the manager is efficient but not effective. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് കുറച്ചുകൊണ്ട് ടാർഗറ്റ് നേടുന്നത്
എഫിഷ്യൻസിയാണ്. ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് നേടുന്നത് ഇഫക്റ്റീവ്നെസ് ആണ്. നെക്സ്റ്റ് വൺ ലിമിറ്റേഷൻ ഓഫ് പ്ലാനിംഗ് ആണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരുപാട് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ് ആണ്. 4 മാർക്കിനാണ് വന്നത്. അപ്പോൾ 4 പോയിന്റ്സ് ജസ്റ്റ് ഒരു സിംപിൾ സെൻറ്റൻസിലെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുക. ഒന്നാമത്തത് പ്ലാനിംഗ് ഈസ് എ കോസ്റ്റ്ലി പ്രോസസ്, പ്ലാനിംഗ് ഈസ് എൻ എക്സ്പെൻസീവ് പ്രോസസ്, അത്ര എഴുതണ്ടു. രണ്ടാമത്തത് പ്ലാനിംഗ് ഈസ് ടൈം കൺസ്യൂമിങ്, കൺസിഡറബിൾ ടൈം ഈസ് റിക്വയർഡ് ഫോർ കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫോർ പ്ലാനിംഗ്. നെക്സ്റ്റ് വൺ പ്ലാനിംഗ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്, പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ഗ്യാരണ്ടി ഒന്നുമില്ല. The success of an enterprise is only when the plans are properly drawn and implemented. പ്രിപ്പയർ ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ഉറപ്പാക്കാൻ വേണ്ടി പറ്റൂ. നെക്സ്റ്റ് വൺ പ്ലാനിംഗ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. മെയിൻലി പ്ലാനിംഗ് ഈസ് ഡൺ ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. ദസ് മച്ച് ഓഫ് ദ ക്രിയേറ്റിവിറ്റി ഇൻഹറൻറ്റ് ഇൻ മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഗെറ്റ് റെഡ്യൂസ്ഡ്. പ്ലാനിംഗ് എപ്പോഴും ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്. അതുകൊണ്ട് മിഡിൽ ലെവലിൻ്റെയും ലോവർ ലെവലിൻ്റെയൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാതെ പോകുന്നു. ഇങ്ങനെ ഏതെങ്കിലും 4 ലിമിറ്റേഷൻ എഴുതി വെക്കുക. അടുത്തത് 6 മാർക്കിൻ്റെ ചോദ്യമാണ്. 6 മാർക്കിൻ്റെ ചോദ്യമാണ് നമുക്ക് പാർട്ട് 4 ആണ്. എക്സ്പ്ലെയിൻ വാരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. 3 ഒരു ലെവൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്കാണ്. അപ്പോൾ നമുക്കറിയുന്നതാണ് പ്രധാനമായിട്ടും 3 ലെവൽസാണിത്, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. അതിനകത്ത് ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോപ്പ് ലെവൽ കൺസിസ്റ്റ് ഓഫ് മാനേജേഴ്സ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ ഇൻ ദ മാനേജ്മെൻറ്റ് ഹൈറാർക്കി. ദിസ് ലെവൽ ഇൻക്ലൂഡ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചെയർമാൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, എക്സെട്ര. The top level management is responsible for the overall success or failure of the organization. They establish overall long-term objectives of the organization. രണ്ടാമത്തത് മിഡിൽ ലെവലാണ്. They act as an intermediary between lower level and top level managers. They are usually departmental heads. ബിസിനസ്സിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തലവന്മാരാണ് മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. This level consists of heads or departments and functional managers. Example, marketing manager, production manager, finance manager, personal manager, human resource manager. ഇതൊക്കെ എക്സാമ്പിളാണ്. മിഡിൽ ലെവൽ മാനേജർ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് ലെവൽ ആൻഡ് ലോവർ ലെവൽ മാനേജേഴ്സ്. മൂന്നാമത്തത് ലോവർ ലെവലാണ്. ലോവർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സുമായിട്ട്, ഫാക്ടറിയിലെ വർക്കേഴ്സുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന മാനേജേഴ്സിനെ വിളിക്കുന്ന പേരാണ് ലോവർ ലെവൽ മാനേജേഴ്സ് എന്ന്. It is mainly concerned with supervision and direction of operative employees. It consists of factory superintendent, foreman, office supervisor, section officer, branch manager, accounts officer. ഇതൊക്കെ ലോവർ ലെവൽ മാനേജേഴ്സ് ആണ്. They are directly in touch with the workers. They are responsible for the quantity and quality of work and the timely completion of jobs. അപ്പോൾ ഈ ഓരോ ലെവലിലും വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ ബേസിൽ എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അടുത്തത് നെയിം ദ ഓർഗനൈസേഷൻ മെൻഷൻഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസിങ് എന്ന പാഠത്തിലൊരു ടോപ്പിക്കാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ റിലേഷൻഷിപ്പാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കുക, ഓർഗനൈസേഷൻ ക്രിയേറ്റഡ് ബൈ അതോറിറ്റി റിലേഷൻഷിപ്പ്. അതിൻ്റെ ആൻസർ ഫോർമൽ ഓർഗനൈസേഷനാണ്, 1 മാർക്ക്. ഓർഗനൈസേഷൻ ക്രിയേറ്റഡ് ബൈ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമൽ ഓർഗനൈസേഷനാണ്, അത് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. അതുപോലെ എനി 4 ഡിഫറൻസ് എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക്. ഏതെങ്കിലും 4 ഡിഫറൻസ്, ഫോർമലും ഇൻഫോർമലും തമ്മിലുള്ള ഏതെങ്കിലും 4 ഡിഫറൻസ് എഴുതുക. വളരെ എളുപ്പമുള്ള ഏതെങ്കിലും 4 പോയിന്റ്സ് എഴുതി വെക്കുക. ഫോർമേഷൻ, ഫോർമൽ ഓർഗനൈസേഷൻ എന്താണ്? ഡെലിബറേറ്റ് ആക്ടിവിറ്റിയുടെ റിസൾട്ടാണ് ഫോർമൽ. ഇൻഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അറൈസ് സ്പോണ്ടേനിയസ്ലി. ഫ്രണ്ട്ലി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്നതാണ്. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമലിൻ്റെ പർപ്പസ് ഓർഗനൈസ് ഗോൾ അച്ചീവ് ചെയ്യുക എന്നതാണ്. ഇൻഫോർമലിൻ്റെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സാറ്റിസ്ഫൈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ്. മൂന്നാമത്തത് സ്ട്രക്ചറാണ്. ഫോർമൽ ഓർഗനൈസേഷന് കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇൻഫോർമലിന് ദർ ഈസ് നോ സ്ട്രക്ചർ ഫോർ ഇൻഫോർമൽ. നാലാമത്തത് കമ്മ്യൂണിക്കേഷനാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ ഓർഗനൈസേഷനകത്ത്, ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷനാണ് ഇൻഫോർമൽ ഓർഗനൈസേഷനകത്ത്. ഏതെങ്കിലും 4 ഈസി ആയിട്ടുള്ള പോയിന്റ്സ് എഴുതി വെക്കുക. ഇതിന് 4 മാർക്ക്, ഇതിന് 1 മാർക്ക്, ഇതിന് 1 മാർക്ക്, അങ്ങനെ ടോട്ടൽ 6 മാർക്ക്. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ഔട്ട് ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ഒരു നല്ല ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ് കണ്ടു കഴിഞ്ഞ കുട്ടികൾക്കറിയാം, നമ്മൾ 9 സ്കില്ലുകൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 8 എണ്ണം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, എസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6 മാർക്കിന് പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ പോരാ, പോയിൻറ്റ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ഇൻ 1 or 2 സെൻറ്റൻസ്. 1 or 2 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യണം നിർബന്ധമായിട്ടും 6 മാർക്ക് ലഭിക്കണമെങ്കിൽ. അപ്പോൾ ഒരു സെൻറ്റൻസിൽ മതി, നമ്മൾ റിസ്ക് എടുക്കേണ്ട, ഒരു സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്താലും മതി. കുറേ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല.
ലിസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് എ ലീഡർ ഷുഡ് പോസസ് ഗുഡ് ഫിസിക്കൽ ക്വാളിറ്റീസ് ലൈക്ക് ഹൈറ്റ്, വെയ്റ്റ്. നോളജ്, എ ലീഡർ ഷുഡ് പ്രോസസ് ഗുഡ് നോളജ് റിഗാർഡിംഗ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദ ബിസിനസ്. അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്ത് എഴുതിയൊന്നും വേണ്ട, യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ ലാംഗ്വേജ്. അതുപോലെ ഇൻറ്റഗ്രിറ്റി, ഇനീഷ്യേറ്റീവ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മോട്ടിവേഷൻ സ്കിൽ, സെൽഫ് കോൺഫിഡൻസ്, സോഷ്യൽ സ്കിൽ, എംപതി. ഇതിലേതെങ്കിലും എന്ത് ചെയ്യുക, ഇതേ കണക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസിൽ നിങ്ങൾ ഏതെങ്കിലും 6 പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ മേജർ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇവിടെ ഒരു കോംപ്രമൈസും ഇല്ല, എക്സ്പ്ലെയിൻ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സുകൾ പറഞ്ഞതാണ്, 3 ഡിസിഷൻസാണ് ഒരു ഫൈനാൻസ് മാനേജർ എടുക്കേണ്ടത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ഇതിനെ 3നെയും കൂടി വിളിക്കുന്ന പേരാണ് ഫൈനാൻസ് ഫംഗ്ഷൻ എന്ന്. അതിൻ്റെ മറ്റൊരു പേരാണ് ഫൈനാൻഷ്യൽ ഡിസിഷൻ. ഫൈനാൻസ് ഫംഗ്ഷൻ ഓർ ഫൈനാൻഷ്യൽ ഡിസിഷനാണ്. ഇവിടെ നിങ്ങൾക്ക് ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് കാണാം. ഫൈനാൻസിങ് ഡിസിഷൻ വേറെ, ഫൈനാൻഷ്യൽ ഡിസിഷൻ വേറെ. അപ്പോൾ ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻസ് ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എന്ന്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻസ് റിലേറ്റഡ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ഇൻ അസറ്റ്സ്. ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻസ് റിലേറ്റഡ് വിത്ത് സോഴ്സസ് ഓഫ് ഫണ്ട്, ദാറ്റ് ഈസ് ഫിക്സിംഗ് ഓർ ഡിറ്റർമൈനിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് കോൾഡ് ഫൈനാൻസിങ് ഡിസിഷൻ. മൂന്നാമത്തത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻസ് റിലേറ്റഡ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റിസർവ് ഈസ് കോൾഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇതിന് 3ഉം ഒരു 1-2 സെൻറ്റൻസിൽ എഴുതി വെക്കുക. ഓരോന്നിനും 2 മാർക്ക് വീതം, അങ്ങനെയാണ് 6 മാർക്ക് ലഭിക്കുക. അടുത്തത് റൈറ്റ് ദ നാച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. റൈറ്റ് ദ നാച്ചർ ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ നാച്ചർ എക്സ്പ്ലെയിൻ ചെയ്യണം. 3 പോയിൻറ്റ്സ് ആണ്. ഏതൊക്കെയാണ് നാച്ചർ വരുന്നത്? യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ക്യാൻ ബി അപ്ലൈഡ് എനിവെയർ ഇൻ ദ വേൾഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. രണ്ടാമത്തത് ജനറൽ ഗൈഡ് ലൈൻസ്, സാമാന്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. ദ പ്രിൻസിപ്പിൾസ് ആർ ഗൈഡ് ലൈൻസ് ടു ആക്ഷൻ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഡിറൈവ്ഡ് ഫ്രം എക്സ്പീരിയൻസസ് ആൻഡ് അനാലിസിസ് ആൻഡ് ദേ ആർ ഇൻ ദ ഫോം ഓഫ് മിയർ സ്റ്റേറ്റ്മെൻറ്റ്സ്. മൂന്നാമത്തത് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. എക്സ്പേർട്സ് എന്ത് ചെയ്യുന്നു, എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്താണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ഏതെങ്കിലും 3 പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തത് സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ടാണ് 4 പോയിൻറ്റ്സ് എഴുതണം. സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, ideas etc. between 2 or more person. If communication properly takes place in an organization, such companies will enjoy some benefits. The benefits enjoyed by an organization as a result of proper communication is called importance of communication. ഏതൊക്കെയാ പോയിന്റ്സ് വരുന്നത്? ഇറ്റ് ഈസ് എ ബേസിസ് ഫോർ കോർഡിനേഷൻ. ഏകോപനത്തിൻ്റെ ബേസിസ് ആണ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് എ ബേസിസ് ഫോർ കോർഡിനേഷൻ. രണ്ടാമത്തത് ഇറ്റ് എൻഷുവേഴ്സ് സ്മൂത്ത് വർക്കിംഗ് ഓഫ് ദ കമ്പനി. കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ സ്മൂത്ത് വർക്കിംഗ് നമുക്ക് ഉറപ്പാക്കാം. മൂന്നാമത്തത് ബേസിസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനമെടുക്കുന്നതിൻ്റെ ബേസിസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രവർത്തിക്കുന്നു. നാലാമത്തത് ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് എഫിഷ്യൻസി. ഏതിനും എഴുതാൻ വേണ്ടി പറ്റുന്നൊരു പോയിൻ്റാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് എഫിഷ്യൻസി. കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ എഫിഷ്യൻസി വർദ്ധിക്കുന്നു. അതാണ് 4ാമത്തെ പോയിന്റ്. ഏതെങ്കിലും 4 പോയിൻറ്റ്സ് എഴുതുക. അടുത്തത് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്: കൺവീനിയൻസ് പ്രോഡക്ട്സ്, ഷോപ്പിംഗ് പ്രോഡക്ട്സ്, സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ്. അപ്പോൾ നമ്മൾ ചിത്രം നോക്കുക. കൺവീനിയൻസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ കൺവീനിയൻറ്റ് പ്ലേസ് അവിടുന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് കൺവീനിയൻസ് പ്രോഡക്ട്സ് എന്ന്. ഇനി അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ്, അതുപോലെ പേസ്റ്റ്, സോപ്പ്, അതൊക്കെ കൺവീനിയൻസ് പ്രൊഡക്റ്റുകളാണ്. ഷോപ്പിംഗ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് അപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിക്കുക ഷോപ്പിങ്ങിൽ. ഒരു TV ഒക്കെ വാങ്ങിക്കുക ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് പോയിട്ടല്ല വാങ്ങിക്കുക, നമ്മൾ ഷോപ്പിംഗ് നടത്തിയിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ കുറച്ച് ഇഫേർട്ട് എടുത്തിട്ട് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് ഷോപ്പിംഗ് പ്രൊഡക്ട്സ് എന്ന്. ഇനി സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ നാളും നമ്മൾ പെരുതിയിട്ട് ഒരുപാട് നാളുടെ ഇഫേർട്ടിനെ കൊണ്ട് കിട്ടുന്ന പ്രൊഡക്റ്റുകളെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യാലിറ്റി. നമ്മൾ ജീവിതത്തിൽ ഒറ്റത്തവണ മാത്രമൊക്കെ വാങ്ങിക്കുന്ന ഈ റെയർ കളക്ഷൻ വർക്ക്, ആർട്ട് വർക്ക്, അതൊക്കെ സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ കൺവീനിയൻസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ കൺസ്യൂമർ പ്രോഡക്ട്സ് ദാറ്റ് പീപ്പിൾ യൂഷ്വലി പർച്ചേസ് ഫ്രീക്വൻലി ഫ്രം മോസ്റ്റ് കൺവീനിയൻറ്റ് ലൊക്കേഷൻ. ഷോപ്പിംഗ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ പ്രോഡക്ട്സ് പർച്ചേസ്ഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ബൈ സ്പെൻഡിങ് കൺസിഡറബിൾ ടൈം. മൂന്നാമത്തത് സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് പ്രൊഡക്ട്സ് ആർ യുണീക്ക് ഫീച്ചേഴ്സ്, പെയിൻറ്റിംഗ്, ആർട്ട് വർക്ക്, ആൻറ്റീക്സ് എക്സെട്ര ദ എക്സാമ്പിൾസ്.
ഇനി എസ് എ ക്വസ്റ്റ്യൻ ആണ് പാർട്ട് 5 ആയിട്ട് വരുന്നത് 3 ചോദ്യമാണുള്ളത്. അതിലൊന്നാമത്തത് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. താഴെ പറയുന്ന 4 പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്ക്, അങ്ങനെ 2 × 4 2 × 4 8. The first one is unity of command. Unity of command says that a worker should receive orders and instruction from one subordinate only. ഒരു വർക്കർക്ക് ഒരു ഹെഡിൽ നിന്ന് മാത്രമേ ഇൻസ്ട്രക്ഷൻസ് കിട്ടാൻ പാടുള്ളൂ എന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. രണ്ടാമത്തത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ദിസ് പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് ഫോർ എ വൺ ഡിപ്പാർട്ട്മെൻറ്റ് ദർ ഷുഡ് ബി വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഹെഡും ഒരു പ്ലാനും മാത്രമേ പാടുള്ളൂ എന്നതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. മൂന്നാമത്തത് സ്കെലാർ ചെയിൻ ആണ്. കുറച്ചധികം എഴുതാനുള്ള കാര്യമാണ്. സ്കെലാർ ചെയിൻ മീൻസ് ഇറ്റ്സ് എ റേഞ്ച് ഓഫ് സുപ്പീരിയേഴ്സ് റാങ്കിങ് ഫ്രം ദ അൾട്ടിമേറ്റ് അതോറിറ്റി ടു ദ ലോവസ്റ്റ് ലെവൽ. സ്കെലാർ ചെയിൻ ഈസ് ദ ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി. ഈ ഡ്രോബാക്സ് ഒന്നും എഴുതണമെന്നില്ല, അതിൻ്റെ മീനിങ് മാത്രം എഴുതിയിട്ട് ഈ പിക്ചർ ഇവിടെ വരച്ച് വെച്ചാൽ മതി. അപ്പോൾ എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഡെലിബറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷനെ വിളിക്കുന്ന പേരാണ് സ്കെലാർ ചെയിൻ എന്ന്. അടുത്തത് ഓർഡർ ആണ്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് കീപ്പ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. എല്ലാത്തിനും ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം ഒരു ബിസിനസ്സിനകത്ത് എന്ന പ്രിൻസിപ്പിളാണ്. 2 തരത്തിലുള്ള ഓർഡേഴ്സ് ആവശ്യമാണ്. മെറ്റീരിയൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ തിങ്സ്. സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അടുത്തത് ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിലെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്ലാനിങ് സ്റ്റെപ്പുകൾ. ദ ഫസ്റ്റ് വൺ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യം തീരുമാനിക്കുക. രണ്ടാമത്തത് പ്ലാനിങ് പ്രിമൈസസ്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക അത് തീരുമാനിക്കുക. അപ്പോൾ പ്രിമൈസസ് ആർ അസംഷൻസ് അബൌട്ട് ദ ലൈക്ലി ഷേപ്പ് ഓഫ് ഇവൻറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ. ഓർമ്മിക്കണേ, 1 വേർഡൊക്കെ ചോദിക്കും. ഡാഷ് ഈസ് ദ അസംഷൻസ് അബൌട്ട് ദ ലൈക്ലി ഹാപ്പനിങ് ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്നുള്ള ചോദ്യം 1-2 എക്സാമിനൊക്കെ വന്നിട്ടുണ്ട്. ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രിമൈസസ്. മൂന്നാമത്തത് ഐഡൻറ്റിഫൈ ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. ഒരു കാര്യം ഒരു ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടിയിട്ട് കുറേ മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം കണ്ടുപിടിക്കുക. ഏതൊക്കെ മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടോ അതൊക്കെ കണ്ടുപിടിക്കുക. അതാണ് ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് വൺ ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഈ ഓരോ മാർഗ്ഗവും ഇവാലുവേറ്റ് ചെയ്യുക. കുറേ മാർഗ്ഗങ്ങളുണ്ടെന്ന് പറഞ്ഞു, അതിനെല്ലാം കൃത്യമായിട്ട് 1 by 1 ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് 4ാമത്തത് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. 5ാമത്തത് സെലക്ടിങ് ദ ബെസ്റ്റ്. നമുക്ക് ഏതാണോ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക, പുട്ടിംഗ് പ്ലാൻസ് ഇൻ ടു ആക്ഷൻ ഈസ് കോൾഡ് ഇംപ്ലിമെൻറ്റേഷൻ. ദ ലാസ്റ്റ് വൺ ഈസ് ഫോളോ അപ്പ്. എന്താണ്, നമ്മൾ വെറുതെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം പോരാ, കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതാണ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്ലാൻസ് ആർ ടു ബി ഇവാലുവേറ്റഡ് റെഗുലർലി ടു ചെക്ക് വെദർ ദേ ആർ പ്രൊസീഡിങ് ഇൻ ദ റൈറ്റ് വേ. ദിസ് ഈസ് കോൾഡ് ഫോളോ അപ്പ് ആക്ഷൻ. നെക്സ്റ്റ് വൺ എക്സ്പ്ലെയിൻ എനി 4 കോമൺലി യൂസ്ഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും 4 എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിക്രൂട്ട്മെൻറ്റിൻ്റെ എക്സ്റ്റേണൽ സോഴ്സുകളാണ്. കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് ഓഫ് കാൻഡിഡേറ്റ് ഫ്രം ഔട്ട്സൈഡ് ദ കമ്പനി ഈസ് കോൾഡ് എക്സ്റ്റേണൽ സോഴ്സസ്. Following are the different external sources: advertisement, employment exchange, placement, personal consultants, campus recruitment, recommendations of present employees, labor contractors, advertising on television, web publishing, direct recruitment, casual callers from waiting list. ഇതിലേതെങ്കിലും 4 പോയിന്റ്, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഏതെങ്കിലും 4 പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്ക്. ഒരു 8 എഴുതണ്ട, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലെയിൻ എനി 4 കോമൺലി യൂസ്ഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് ആൻസർ എഴുതേണ്ടത്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ചോദ്യങ്ങൾക്കും 80 മാർക്കിൻ്റെയും ആൻസർ അതിനകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ചോദ്യങ്ങൾക്ക് ഏറ്റവും ആദ്യം ആൻസർ എഴുതുക. ഈ 2 ടെക്നിക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.